എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ്. ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ, അതായത് ഭൂട്ടാൻ ടൗണിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം ഉള്ളിൽ ഒരു പാച്ചു കമ്മ്യൂണിറ്റി ടൂറിസം എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടേക്കാണ് പോകുന്നത്. വഴിമധ്യയിൽ ഒരു മോണസ്ട്രി കാണാനിടയായി. മോണസ്ട്രി ഏകദേശം 1940-കൾക്ക് മുൻപ് പണിത ഒരു മോണസ്ട്രി ആണെന്നാണ് ഇവിടുത്തെ സമീപവാസികൾ പറഞ്ഞത്. ഇതുപോലുള്ള ഓഫ് റോഡിലൂടെയാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തേണ്ടത്. ഇത് ഏകദേശം ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ ഉള്ളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും വീണ്ടും നമുക്ക് യാത്ര ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഒറ്റപ്പെട്ട വഴിയിലൂടെ ഇതുപോലെ ഓഫ് റോഡ് ചെയ്ത് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഒരു പറ്റിയൊരു സ്ഥലമാണ് ഈ വിജനമായ സ്ഥലം. ഓപ്പോസിറ്റ് വണ്ടികളില്ല, ഒന്നുമില്ല. വഴിയിലൊന്നും ഒരു മനുഷ്യനില്ല, വീടില്ല, മറ്റ് കടകളില്ല, ഒന്നുമില്ല. നല്ല വൈബുള്ളൊരു സ്ഥലം. ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ്, മലയുടെ ചെരുവിലൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് കിടക്കുന്ന റോഡാണ്. ഇതിലെ ഒറ്റയ്ക്കുള്ള യാത്ര വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ക്ലൈമറ്റ്. ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്തൊന്ന് എത്തണമെന്ന്. നമ്മളിപ്പോൾ എത്താൻ പോകുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞാൽ അവിടെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലെയൊക്കെ ഉള്ള ഒരാളുണ്ട്. അദ്ദേഹം അവിടെ ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കുറച്ച് കൃഷിസ്ഥലമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ആ കൃഷിസ്ഥലത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു സമതല പ്രദേശമുണ്ട്, ഒരു മൈതാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു ചെറിയ ഒരു റിസോർട്ട് സെറ്റപ്പ് പോലെ, ഒരു ചെറിയ രീതിയിൽ റിസോർട്ട് സെറ്റപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ ഇപ്പോഴാണ് ഒരു വീട് കണ്ടത്. റോഡ് സൈഡിൽ മറ്റൊരു വീട് കൂടിയുണ്ട്. കൂടുതൽ ഈ പന്നി ഫാമുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫാമുകളിലേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്ന്. ഇതേപോലുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് പോവാണ്. ഇതാണ് ഭൂട്ടാൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള കാഴ്ചകൾ. ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ വീടുകളൊക്കെ വളരെ ദൂരെയാണ്. ഏകദേശം ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അപ്പുറമായിരിക്കും. ടൗണിലേക്കാളും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഉൾഗ്രാമങ്ങളിലെ കാഴ്ചകൾ. ഉൾഗ്രാമങ്ങളിലെ താമസ രീതി, ജീവിത രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്തേണ്ട സ്ഥലം ഏകദേശമായിട്ടുണ്ട്. മുകളിലേക്ക് മറ്റൊരു വഴിയും കിടപ്പുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാച്ചു വില്ലേജ് ടൂറിസം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
ഇതുവരെയും അധികം ആളുകളൊന്നും ഇത് അറിയപ്പെടാത്തത് കൊണ്ട് ഇതുവരെയും തിരക്കും കാര്യങ്ങളുമായിട്ടില്ല. റോഡിലെങ്ങും നോക്കിയ ഒരു വേസ്റ്റോ പ്ലാസ്റ്റിക്കോ കുപ്പിയോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ അന്തരീക്ഷത്തിൽ മറ്റ് പൊടിപടലങ്ങളോ മാലിന്യങ്ങളോ ഒന്നുമില്ല. വളരെ ശുദ്ധമായ വായു ശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാം. എത്തേണ്ട സ്ഥലം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു. ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണമെന്ന്. ഇവിടെ യാത്ര ചെയ്ത് വരുന്നവർക്ക് താമസിക്കാൻ ഇവിടെ റൂംസ് ഉണ്ട്. അതേപോലെ ടെൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ നവംബർ 5-ാം തീയതി ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ക്യാമ്പ് നടക്കുന്നതിനെ പറ്റിയുള്ള വിവരം നമുക്ക് വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതാ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ടൂറിസ്റ്റ് പോയിന്റ്. എനിക്ക് നല്ല അടിപൊളി ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. വെൽക്കം ടു പാച്ചി കമ്മ്യൂണിറ്റി ടൂറിസം. നോക്കി ഇവിടെ സൈഡിൽ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. നമ്മൾ വരുന്ന വഴി ഒരു വാഹനം പോലും കണ്ടില്ല. ഇവിടെ എത്തിയപ്പോൾ നോക്കി ഏകദേശം 20-ലധികം വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. പലരും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്, ഒറ്റയ്ക്ക് വന്നവരുണ്ട്. ഈ ആളുകളവിടെ പാട്ടൊക്കെ വെച്ച് നൃത്തം ചെയ്യുന്നു. ഇവിടെ ചെറിയ 1-2 ഷോപ്സ് ഉണ്ട്. അവിടെ ഒരു കിച്ചണുണ്ട്. അവിടെ ആളുകൾ ടെൻറ്റ് അടിച്ച് താമസിക്കുന്നു. മുകൾ ഭാഗത്ത് ഒരു നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. എനിക്ക് എന്തുകൊണ്ട് നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ ജയഗാവിൽ നിന്ന് നമ്മൾ ഫുൺസിലിംഗ് ടൗണിലെത്തി. ഫുൺസിലിംഗ് ടൗണിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം ഓഫ് റോഡ് ചെയ്ത് യാത്ര ചെയ്തുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. നോക്കിയാൽ താഴെ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതേപോലെ ആളുകൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഭൂട്ടാൻ്റെ ദേശീയ വിനോദമായിരിക്കുന്ന ആർച്ചറി അത് പരിശീലിക്കുന്ന കാര്യങ്ങൾ, അത് ആളുകൾക്ക് അത് എൻ്റർടൈൻ ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ജനങ്ങൾ അവിടെ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നല്ല അടിപൊളി ടെൻറ്റുകളാണ്. അവിടെ ഒരു കോട്ടേജും പണിതിട്ടുണ്ട്. ഒരു വ്യൂ പോയിന്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇരിക്കുന്ന 2-3 പേര് അവർ നടന്നു വന്നാണ്. അവിടുന്ന് ശരിക്കും നടന്നു വന്നാണെന്ന് പറഞ്ഞത്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ഫുഡ് കഴിക്കാൻ ഉള്ള സംവിധാനം ചെയ്തു തന്നു. ഫ്രീ ആയിട്ട് ഇന്ന് അവരുടെ വക ഫ്രീ ആയിട്ട് അവരുടെ ഫുഡ് കഴിക്കാനുള്ള ക്രമീകരണം നമുക്ക് ചെയ്തിട്ടുണ്ട്. നിൽക്കുന്ന സിസ്റ്റർ അവരൊക്കെ ഹൈക്ക് ചെയ്ത് വന്നതാണ്. അവർ ഇവിടെ എന്നെ കണ്ടപ്പോൾ വളരെ അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും ദൂരം നമ്മളിവിടെ ബൈക്കിൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷം. ഇത് നടത്തുന്ന നടത്തിപ്പുകാർ നമുക്കിന്ന് ഒരു ഫ്രീ ആയിട്ടൊരു ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ആളുകൾ ബുഫേ സിസ്റ്റം ആണ്. ആളുകൾ ഇവിടെ ക്യൂ നിൽപ്പുണ്ട്. ഇവിടുത്തെ ഭൂട്ടാൻ്റെ തനത് വിഭവങ്ങളായിരിക്കുന്ന ദാക്ഷി, അതേപോലെ ഈ ഡ്രൈഡ് മീറ്റ്, പോർക്കൊക്കെ ഡ്രൈ ആയിട്ടുള്ള പോർക്കൊക്കെ അവർ കറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പല ചീര പോലുള്ള ചില വിഭവങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെയും ദൂരെ നിന്ന് വന്നതാണ്. ഇവരൊക്കെ തിമ്പൂരിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് വേണ്ടി വന്നതാണ്. അദ്ദേഹമൊക്കെ വളരെ സന്തോഷം, നമ്മളെ കണ്ടിട്ട് വളരെ സന്തോഷമായി. അവർ ഫാമിലിയായിട്ട് അവർ ഇവിടെ വന്നത് ഈ സ്ഥലത്തേക്ക് നമ്മളായിട്ട് വളരെ സന്തോഷിച്ച് ചിരിച്ച് വളരെ സന്തോഷമായിട്ട് അവരിടപെട്ടത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളാണ്. ഇവിടെ വൈറ്റ് റൈസ് ഉണ്ട്. അതേപോലെ ഭൂട്ടാനിൽ മാത്രം കാണുന്ന ഒരു റെഡ് റൈസ് ഉണ്ട്. ഭൂട്ടാനിലും ചൈനയിലുമാണ് ഏറ്റവും കൂടുതൽ അതുള്ളത്. നമ്മുടെ കുത്തരിയെയും പാലക്കാടൻ മട്ട റൈസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധം ഉള്ളൊരു അരിയാണത്. നല്ല പ്യുവർ റെഡ് കളറാണ്.
വളരെ വില കൂടുതലാണ് അരി ഇവിടെ. ഞാൻ 2 ചോറും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടും ഭൂട്ടാനിൽ തന്നെ ഉണ്ടാകുന്നതാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ, വളരെ നമ്മളെ കെയർ ചെയ്ത്. ആളുകൾ പാത്രം കണ്ട്, ഫുഡ് കഴിക്കുന്ന പാത്രം കണ്ട്, പിത്തള പാത്രത്തിലാണ്. ഇവരുടെ ഒരു ട്രെൻഡാണ്. റെഡ് റൈസ് കണ്ട, നല്ല ചുവന്ന അരി, അരിയും നല്ല ചുവപ്പ നിറമാണ്. അതേപോലെ റൈസിൻ്റെ കൂടെ നമുക്ക് പപ്പടമുണ്ട്, പിന്നെ പോർക്കുണ്ട്, ഇവിടുത്തെ ദാക്ഷി ഉണ്ട്, 2 ടൈപ്പ് ദാക്ഷി ഉണ്ട്, പിന്നെ ഒരു ചുവന്ന കളറിലൊരു മുട്ടയുണ്ട്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഇത് ഇവിടുത്തെ റിസോർട്ടിൻ്റെ മാനേജരായിരിക്കുന്ന ഒരു ബ്രദറുണ്ട്. അദ്ദേഹം ഞാനിവിടെയാണ് ഇന്ന് കഴിക്കുന്നത്. അവരുടെ ഫുഡൊക്കെ അവർ നമുക്ക് സെർവ് ചെയ്ത് തരുന്നു. പാത്രം നിറഞ്ഞ ഫുഡ്, റെഡ് റൈസും വൈറ്റ് റൈസും, പിന്നെ പോർക്ക്, ചിക്കൻ, ദാക്ഷി. പിന്നെ ഇവരുടെ ഫുഡിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, വളരെ മസാലകളൊക്കെ വളരെ കുറവാണ്. ഓക്കെ, ഇന്നത്തെ ലഞ്ച് ഒന്ന് കഴിക്കാം. ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇത് ഇവിടുത്തെ ഭൂട്ടാനിലെ കൾച്ചറുകളും കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ, അതേപോലെ ഉൾഗ്രാമങ്ങളുടെ ജീവിതം മനസ്സിലാക്കണമെങ്കിലും, പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഭൂട്ടാനിലേക്ക് യാത്ര ചെയ്ത് വരാൻ പറ്റുന്നൊരു ഹിഡൻ പ്ലേസാണിത്. അങ്ങനെ അധികം ആളുകൾക്കൊന്നും ഇവിടെ, പുറത്തുള്ള ആളുകൾക്ക് അങ്ങനെ അതിനെപ്പറ്റി വലിയ അറിവില്ല. കൂടുതലും വരുന്നത് ഇവിടുത്തെ ഭൂട്ടനീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രമാണെന്ന് തോന്നുന്നുള്ള, ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഞാൻ മാത്രമുള്ളെന്ന് തോന്നുന്നു. ഇതെല്ലാം ഒന്ന് കഴിക്കാം. ഇത് ആണ് എനിക്ക് വിളമ്പി തരുന്നതാണ് ഈ ഇവിടുത്തെ ഭൂട്ടാൻ ഈ ടൂറിസത്തിൻ്റെ, അതായത് ഈ റിസോർട്ടിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹമാണ്. ഞാൻ വന്നപ്പം തൊട്ട് എൻ്റെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു. ഞാനിവിടെ പാക്കേജിലോ ഒന്നും വന്നതല്ല, ഇത് പാക്കേജ് സിസ്റ്റത്തിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഞാനിത് പാക്കേജ് എടുത്തോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ടോ ഒന്നും വന്നതല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് പോലും 1 രൂപ പോലും മുടക്കാതെ അവരെനിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ആ കാണുന്നതാണ് ദാക്ഷി, അതായത് ഇവിടുത്തെ ഒരു ചീസാണ്. ചീസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. മറ്റേ ആ ചീരയ്ക്കുള്ളിൽ കാണുന്ന അതും ദാക്ഷിയാണ്. അത് യമദാക്ഷി എന്ന് പറയാം. അത് ചീസൊക്കെ ഇട്ട്, അതേപോലെ പച്ചക്കറികളും ഈ ചീരയും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നൊരു ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മാനേജർ സാറ്, ഇത് എൻ്റെ പാത്രം. ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനിരിക്കുന്നു. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇന്ന്. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഈ ടെൻറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് അവരുടെ വയൽ പ്രദേശത്തിനോട് ചേർന്നാണ്. ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കൊയ്ത്ത് ഇവിടെ കഴിഞ്ഞ് അവിടെ അവർ കറ്റ മെതിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെ കാണുന്നത്. ഇവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെയും ഈ ടൗണിൽ നിന്നൊക്കെ വന്നവർക്ക് ഇത് കൃഷിയൊക്കെ കാണുന്നത് വളരെ കൗതുകമായിരുന്നു. അതുകൊണ്ട് വന്നവരൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അവിടെ നെല്ല് അത് കറ്റ മെതിക്കാനും ഒക്കെ അവരവിടെ സഹായിക്കുന്നു. അവർക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരികെ യാത്രയായിരുന്നു. വീണ്ടും അതേ റോഡിലൂടെ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും ഈ സ്ഥലത്തേക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ന് പകൽക്കാലം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് തിരിച്ച് പോകുന്നു.
അങ്ങനെ നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യാനും യാത്ര ചെയ്യാനും